പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഒരു പ്രാവശ്യം കൂടി ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവവചനത്തിൻ്റെ പാദപീഠത്തിലായിരിക്കാൻ സ്വർഗം തന്ന കൃപയ്ക്കായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ നാളുകളിൽ അനേക ദൈവദാസന്മാരിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുകയും അനേക പ്രതിസന്ധികൾക്കും വേദനകൾക്കും ദൈവം നമുക്ക് മറുപടി തരികയാണ്. അതോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ജോസഫിൻ്റെ ജീവിതത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ദൈവം ജോസഫിനെ ഒരുപാട് അനുഗ്രഹിക്കുന്നുണ്ട്. പഴയ നിയമത്തിലെ ജോസഫ് ക്രിസ്തുവിൻ്റെ ജീവിതത്തോട് താതാത്മ്യപ്പെട്ടുകൊണ്ട് പിതാക്കന്മാർ ജോസഫിനെ ഉപമിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. സഹനത്തിൻ്റെ അനേകം തലങ്ങളിൽ കൂടി ജോസഫ് സഞ്ചരിക്കുന്നതായിട്ട് ദൈവമക്കൾക്ക് ഈ പഠന വിഷയത്തിൽ മനസ്സിലാക്കുവാൻ കഴിയും. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം ആ ഭാഗങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് യോശുവയോട് സംസാരിക്കുന്നുണ്ട്. നീ ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. നീ പോകുന്നിടത്തൊക്കെയും എൻ്റെ സാന്നിധ്യമുള്ളതുകൊണ്ട് നീ ഭയപ്പെടുകയും അരുത്, ഭ്രമിക്കുകയും അരുത്. ഞാൻ നിൻ്റെ വലങ്കരം പിടിച്ചിരിക്കുന്നു. നീ കടന്നു പോകുന്ന ഇടങ്ങളിലുള്ള താമര കതകുകൾ നിൻ്റെ മുമ്പിൽ തുറക്കപ്പെടേണ്ടതിന്, ഇരുമ്പോടാമ്പലുകൾ മുറിയപ്പെടേണ്ടതിന് ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ യഹോവ എന്ന ഞാൻ നിൻ്റെ വലം കരം പിടിച്ചിരിക്കുന്നു. ജോസഫിൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ വലങ്കരം പിടിച്ച് ഇതുപോലെ ജോസഫിനെ നടത്തുന്ന ഒരു അനുഭവം നമുക്ക് ആ ജീവിതത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയും. പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ദൈവജനത്തിൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് കരം പിടിച്ച് നടത്തുന്ന ജോസഫിൻ്റെ ദൈവം നമ്മുടെ ദൈവമാണെന്നൊരു വെട്ടം ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ ലഭിച്ചാൽ പരിഹരിക്കപ്പെടാകുന്ന വിഷയമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. ഹല്ലേലൂയ. തൻ്റെ സഹോദരന്മാർ ജോസഫിനെ പൊട്ടക്കിണറ്റിൽ എറിയുമ്പോൾ ജോസഫ് ഒരു കാര്യം അറിയുന്നില്ല. എന്താണ് അറിയാതിരിക്കുന്നത്? തൻ്റെ സ്വന്തം സഹോദരന്മാരാൽ പിടിക്കപ്പെട്ട് പീഡിപ്പിക്കപ്പെട്ട് ഒരു പൊട്ടക്കിണറിൻ്റെ അകത്ത് എറിയപ്പെടുമ്പോൾ ജോസഫ് ഒരു കാര്യം അറിയുന്നുണ്ടായിരുന്നില്ല. ആ പൊട്ടക്കിണറ്റിൽ നിന്നും കയറ്റപ്പെട്ട് അടിമച്ചന്തയിൽ പൂർണ്ണ നഗ്നനായിട്ട് വിൽപ്പനയ്ക്ക് നിൽക്കപ്പെടുമ്പോൾ ജോസഫ് ഒരു കാര്യം അറിയുന്നില്ല. എന്താണ് അവൻ അറിയാതെ പോകുന്നത്? ആ നാളുകളിൽ പരിപൂർണ നഗ്നനായിട്ടാണ് അടിമച്ചന്തകളിൽ വിൽപ്പനയ്ക്ക് കൊണ്ടുവരുന്നവരെ നിർത്തുന്നത്. കാരണം കായിക ബലം മനസ്സിലാക്കി അടിമച്ചന്തയിൽ നിന്ന് ലേലം വിളിച്ചെടുക്കുന്നവർ ശരീരത്തിൻ്റെ കായിക ബലം, അധ്വാന ബലം തിരിച്ചറിയുവാൻ. അപ്പോൾ അടിമച്ചന്തയിൽ 20 വയസ്സിൻ്റെ അടുത്ത് പ്രായമുള്ള ജോസഫ് പൂർണ്ണ നഗ്നനായിട്ട് വിൽപ്പനയ്ക്ക് വേണ്ടി ലേലം വിളിക്കുവാൻ നിൽക്കുമ്പോൾ അവനൊരു കാര്യം അറിയുന്നുണ്ടായിരുന്നില്ല. എന്താണ് അറിയാത്തത്? വീണ്ടും പ്രിയ ദൈവജനമേ, അവിടെ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ വിശുദ്ധിക്ക് വേണ്ടി, ദൈവത്തിന് വേണ്ടി വില കൊടുത്തതുകൊണ്ട് ചെയ്യപ്പെടാത്ത തെറ്റിന് കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടുമ്പോഴും ജോസഫ് ഒരു കാര്യം അറിയുന്നില്ല. നോക്കൂ ദൈവമക്കളെ, സഹോദരന്മാരാൽ പൊട്ടക്കിണറ്റിൽ എറിയപ്പെടുമ്പോൾ ആ സഹനത്തിൽ ജോസഫ് അറിയാതെ പോയത് എന്താണ്? മനസ്സിലാക്കാതെ പോയത്. പൊട്ടക്കിണറ്റിൽ നിന്നും എടുക്കപ്പെട്ട് അടിമച്ചന്തയിൽ വിൽപ്പനയ്ക്കായിട്ട് നിൽക്കുമ്പോൾ ജോസഫ് അറിയാതെ പോകുന്നത് എന്താണ്? അവിടെ നിന്നും ചെയ്യാത്ത തെറ്റിന് നീണ്ട അനേക നാളുകൾ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടുമ്പോൾ ജോസഫ് മനസ്സിലാകാതെ പോയിരുന്ന ആ കാര്യം എന്താണ്? ഈ വചന ശുശ്രൂഷയിൽ ദൈവമക്കൾ അത് ഗ്രഹിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ജീവിക്കാനുള്ള ഒരു കരുത്തും ബലവും പരിശുദ്ധാത്മാവും തരുന്നു. മറ്റൊന്നുമല്ല, ആ നാളുകളിൽ ജോസഫ് തിരിച്ചറിയാതെ പോയത്. ഈ പ്രതിസന്ധികളിലൂടെയെല്ലാം കടന്നു പോകുമ്പോൾ ജോസഫിൻ്റെ ജീവിതത്തിൽ അന്നറിയാതിരുന്നതും 30-ാമത്തെ വയസ്സിൽ അറിഞ്ഞതും, ഈ തീച്ചൂളയുടെ നാളുകളെല്ലാം ജോസഫ് സഞ്ചരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം അവന് പാകപ്പെടുന്ന ഒരു അങ്കി, അനുഗ്രഹത്തിൻ്റെ ഒരു അങ്കി, ദൈവകൃപയുടെ ഒരു അങ്കി, അനേകരാൽ മാനിക്കപ്പെടുന്ന ഒരു അങ്കി
ഫറവോൻ്റെ കൊട്ടാരത്തിൽ പ്രൈം മിനിസ്റ്റർ എന്ന പദവിയിലേക്ക് അവനെ ഉയർത്തുവാൻ സ്വർഗം തുന്നിക്കൊണ്ടിരുന്ന ഒരു അങ്കി ഈ നാളുകളിൽ ജോസഫ് അറിയുന്നുണ്ടായിരുന്നില്ല. ഏകദേശം 10-13 വർഷത്തോളം ജോസഫ് ഇത് അറിയുന്നുണ്ടായിരുന്നില്ല. അവന് വേണ്ടി സ്വർഗം ഒരങ്കി തുന്നുകയായിരുന്നുവെന്ന്. ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ദൂത് പറയുന്നു. ഹി മേക്ക് ഹിസ് ഓൺ ഇമേജ് ആൻഡ് ഗിവ് ബ്രീത്ത്. അമ്മയുടെ ഉള്ളിൽ രൂപപ്പെടുത്തി പുറത്തു കൊണ്ടുവന്ന നിമിഷം മുതൽ മറ്റൊരു ലോകത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ ജീവിതമെന്ന് വെളിപ്പെട്ട ദൈവമക്കൾ കടന്നു പോകുന്ന ചില സഹനങ്ങളുണ്ട്, ചില വേദനകളുണ്ട്, ചില ഭാരങ്ങളുണ്ട്, നൊമ്പരങ്ങളുണ്ട്. ഈ ഭാരങ്ങളിലൂടെയെല്ലാം കടന്നു പോകുന്ന ദൈവമക്കൾ പിറുപിറുക്കുന്നു, പരാതി പറയുന്നു, വീണു പോകുന്നു. എന്തുകൊണ്ടാണ്? ഈ ശോധനകളിലൂടെ കടന്നു പോകുന്ന ദൈവമക്കൾക്ക് വേണ്ടി സ്വർഗം കരുതി വെച്ചിട്ടുള്ളത് കാണുവാൻ അകക്കണ്ണ് തുറക്കപ്പെടുന്നില്ല. എന്നാൽ ഈ വേദനയിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ എനിക്ക് വേണ്ടി സ്വർഗം ചില അങ്കികൾ തുന്നുന്നുണ്ട്. അംഗീകാരത്തിൻ്റെ അങ്കി, ദൈവകൃപയുടെ അങ്കി, കരുതലിൻ്റെ അങ്കി ഒക്കെ സ്വർഗം തുന്നിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പാകമാകത്തക്ക വിധത്തിൽ, നമുക്ക് ധരിക്കത്തക്ക വിധത്തിൽ, നമ്മുടെ ആത്മാവിനും ശരീരത്തിനും മനസ്സിനും ഇണങ്ങത്തക്ക വിധത്തിൽ ഒരു അങ്കി തുന്നിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിനായിട്ട് സ്തോത്രം. 20 വർഷങ്ങൾക്ക് മുമ്പ് സാമ്പത്തിക ഭാരമുള്ള കുടുംബം, പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന കുടുംബം, കൂട്ടായ്മയുടെ മുൻപന്തിയിൽ വന്ന് ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു കുടുംബം. ഏകദേശം 2 അടി നടപ്പാതയിലൂടെ 300 മീറ്ററിൻ്റെ അടുത്ത് രാത്രിയുടെ യാമങ്ങളിൽ തിരികത്തിച്ച വെട്ടത്തിൽ പറക്കമുറ്റാത്ത 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് പ്രാർത്ഥനയ്ക്ക് കടന്നു വരുന്ന ഒരു സഹോദരി. ആരും അത്ര മാനിക്കുന്നില്ല, വിളിക്കുന്നില്ല, ക്ഷണിക്കുന്നില്ല. എങ്കിലും ദൈവസ്നേഹത്തെ പ്രതി പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളെയും കൊണ്ട് ആരാധനയ്ക്ക് കടന്നു വന്ന് ദൈവവചനം കേട്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുന്ന ഒരു സഹോദരി. ഒരു മലയുടെ മുകളിലായിട്ടാണ് ആ ഭവനം സ്ഥിതി ചെയ്യുന്നത്. 3 കുഞ്ഞുങ്ങൾ ആ സഹോദരിയുടെ ജീവിതത്തിലുണ്ടായിരുന്നു. എന്നാൽ പിറന്ന നാളിൽ തന്നെ ഇരട്ട പെറ്റ 2 കുഞ്ഞുങ്ങളിൽ 1 ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. അങ്ങനെയുള്ള ചില പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നുപോയ സഹോദരി ദൈവവചനം കേൾക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യും. അതൊന്നും ആരും അത്ര കണ്ടിട്ടുണ്ടെന്ന്, മാനിച്ചിട്ടുണ്ടെന്ന്, അതോർത്ത് ദൈവത്തെ സ്തുതിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാൽ മറ്റുള്ളവരുടെ പരിഗണന ശ്രദ്ധിക്കാതെ, ആദരവ് ശ്രദ്ധിക്കാതെ, കരുതൽ സ്നേഹിക്കാതെ ദൈവവചനത്തിൻ്റെ മുമ്പിലിരുന്ന സ്ത്രീ. അതോർത്ത് ഞാൻ ആ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഉപവാസ പ്രാർത്ഥനകൾ നടക്കുമ്പോൾ ഉപജീവന മാർഗമായി തുച്ഛമായി ലഭിക്കുന്നത് ആ ഉപവാസ പ്രാർത്ഥനയുടെ ദിവസം മാറ്റിവെച്ചുകൊണ്ട് ഈ ആരാധനയ്ക്ക് കടന്നു വന്ന് ദൈവത്തെ സ്തുതിക്കുന്ന സഹോദരി. നീണ്ട 20 വർഷം കഴിഞ്ഞ് ഇന്ന് ആ കുടുംബത്തിൻ്റെ സാക്ഷ്യം അത്ഭുതമാണ്. കേവലം 2 അടി പാത നടന്നു പോകുമ്പോൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിഞ്ഞാൽ ക്ഷുദ്രജീവികളുടെ ഉപദ്രവം പോലും ഉണ്ടാകാവുന്ന അവസ്ഥ മാറ്റി വാഹനം ഭവനത്തിൻ്റെ മുറ്റത്ത് ചെല്ലത്തക്ക വിധത്തിൽ ഒരു ക്രമീകരണം സ്വർഗം ചെയ്തു. ആരാധനയ്ക്കൊക്കെ കടന്നു വന്ന ആ കുടുംബത്തെ അനുഗ്രഹിച്ചു. ഇന്ന് 20 വർഷത്തിന് ശേഷം യാതൊരു സാധ്യതകളും ഇല്ലാതിരുന്ന ആ മലമുകളിൽ മനോഹരമായിരിക്കുന്ന ഒരു ഭവനം പണിത് അതിൻ്റെ പൂർത്തീകരണമെല്ലാം നടത്തി കഴിഞ്ഞ ദിവസങ്ങളിൽ കൂദാശ ചെയ്ത് കുടുംബമായി അവർ അവിടെ താമസിക്കുന്നു. ദൈവവചനത്തിന് വേണ്ടി തുറക്കപ്പെട്ട ഭവനം അനുഗ്രഹിക്കപ്പെട്ടു. ആ 2 കുഞ്ഞുങ്ങൾ പഠിച്ച് വളർന്നു, ദൈവവചനത്തിൽ ആശ്രയിച്ച് വളർന്നു. ദൈവം അവരെ മാനിച്ചു. BSc നഴ്സിംഗ് പഠിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ആ കുഞ്ഞിന് കൃപ കൊടുത്തു. BSc നഴ്സിംഗ് പാസ്സായിട്ട് 3 മാസം പോലും എക്സ്പീരിയൻസ് ഇല്ലാത്ത ആ കുഞ്ഞ് പ്രാർത്ഥിച്ച് OIT എക്സാം എഴുതുമ്പോൾ UK കടന്നു പോകാനുള്ള ആ വിജയം ദൈവം ആ കുഞ്ഞിന് കൊടുത്തു. സമൂഹത്തിൽ ദൈവം മാനിച്ചു. കണ്ണുനീരിനെ ദൈവം തുരുത്തിയിൽ ശേഖരിച്ചു. ജോസഫ് ചില വേദനയുടെ തലങ്ങളിലൂടെ കടന്നു പോയപ്പോൾ, ദൈവത്തിൻ്റെ വിശുദ്ധി മുറുകെ പിടിക്കുമ്പോൾ, ദൈവത്തെ സ്നേഹിക്കുമ്പോൾ അവന് വേണ്ടി സ്വർഗത്തിൽ ഒരു അങ്കി ദൈവം തുന്നുന്നുണ്ടായിരുന്നു എന്ന് അവനൊരു പക്ഷെ അറിയുന്നില്ലെങ്കിലും കാലവും സമയവും അത് വെളിപ്പെടുത്തുമെന്ന ഒരു ആന്തരിക ബോധ്യം ജോസഫിനെ ദൈവത്തോട് ചേർത്ത് നിർത്തിയെങ്കിൽ, അല്പം മുമ്പ് ഞാൻ സംസാരിച്ച സാക്ഷ്യത്തിൽ ആ കുടുംബത്തെ ദൈവം അതുപോലെ ചേർത്ത് നിർത്തി അനുഗ്രഹിച്ചെങ്കിൽ,
ദൈവവചനം കേൾക്കുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ നാളിൽ ഏതെങ്കിലും വേദനയുടെയും നിരാശയുടെയും ഭാരത്തിൻ്റെയും അനേക നാളുകളായി ഉപവസിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്നിട്ട് ലഭിച്ചില്ലെന്ന് പെറുപെറുക്കുന്നവരോട് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു, നിരാശപ്പെടരുത്, ഭാരപ്പെടരുത്. പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദൈവം ഇന്നും ജീവിക്കുന്നു. ആ ദൈവത്തിൽ ആശ്രയിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവമക്കളെ സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ആ ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ വസിക്കട്ടെ. ഈ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിൽ വസിക്കട്ടെ. ലാബാൻ്റെ ഭവനത്തിൽ നിന്ന് മടങ്ങി വരുന്ന യാക്കോബിൻ്റെ തുടയുടെ ഏത് ഭാഗത്ത് തൊട്ടാൽ ആ രാത്രി യാക്കോബിനെ അനുഗ്രഹിച്ച് അവൻ്റെ അഡ്രസ്സ് മാറ്റി അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമെന്ന് പറയത്തക്ക വിധത്തിൽ യാക്കോബിനെ മാറ്റിയെടുക്കാൻ, അവൻ്റെ ജീവിതത്തിൻ്റെ ഏത് ഭാഗത്ത്, ശരീരത്തിൻ്റെ ഏത് ഭാഗത്ത് തൊട്ടാൽ അവിടെ ഒരു ഉളുക്കുണ്ടാകുമെന്നും ആ ഉളുക്ക് അവൻ്റെ അഡ്രസ്സ് മാറ്റി ഒരു അനുഗ്രഹത്തിൻ്റെ അഡ്രസ്സ് കൊടുക്കുമെന്നും ആ ആവശ്യത്തിന് വേണ്ടി ആ രാത്രി ദൈവത്തിനൊരു മിന്നാമിനിങ്ങിൻ്റെ വെട്ടം അവിടെ ആവശ്യമില്ലായിരുന്നു. യാക്കോബിനെ തൊടുമ്പോൾ ആ രാത്രി ഒരു മിന്നാമിനുങ്ങ് പ്രകാശിക്കുന്നതായി വേദത്തിൽ കുറിച്ചു വച്ചിട്ടില്ല. ആ ഇരുട്ടിൻ്റെ മറവിൽ യാക്കോബിൻ്റെ ഏതു ഭാഗത്ത് സ്പർശിച്ചാൽ അവൻ്റെ ജീവിതം മാറുമെന്നറിയാൻ ഒരു മിന്നാമിനിങ്ങിൻ്റെ വെട്ടം പോലും ആവശ്യമില്ലാത്ത സ്വർഗത്തിലെ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൻ്റെ ഏതു ഭാഗത്ത് തൊട്ടാൽ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുമെന്നറിയാൻ അവന് ആരുടെയും സാക്ഷ്യമോ സഹായമോ ആവശ്യമില്ല. ആ ദൈവത്തിൽ ഉറച്ചു വിശ്വസിച്ച്, ആ ദൈവത്തെ മുറുകെ പിടിച്ച്, ആ ദൈവത്തെ സ്നേഹിച്ച് മുന്നോട്ട് പോകാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ജോസഫിൻ്റെ 13 വർഷത്തെ സഹനം അത് തീർന്ന് പിന്നീടുള്ള കാലം അനുഗ്രഹത്തിൻ്റെ കാലമാണ്. നമ്മുടെ ജീവിതത്തിലും അങ്ങനെ ഒരു അനുഭവം ദൈവം നടത്തിയ വിധങ്ങൾ, ദാനിയേലിൻ്റെ ജീവിതം ദൈവമക്കളൊന്ന് പഠിച്ച് ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ സിംഹക്കുഴിയുടെ അനുഭവം ഒറ്റ രാത്രിയേ ദാനിയേലിനുള്ളൂ. അവൻ പരീക്ഷിക്കപ്പെട്ട് ആ ശോധനയുടെ നാളിൽ വിശപ്പ് കൊണ്ട് ആർത്തി പൂണ്ട സിംഹക്കുഴിയിലേക്ക് എറിയപ്പെടുന്ന ദാനിയേലിൻ്റെ സഹനമെന്ന് പറഞ്ഞാൽ ഒറ്റ രാത്രിയേ ഉള്ളൂ. എന്നാൽ അനുഗ്രഹം നീണ്ട രാത്രികളാണ്, അനേകം നീണ്ട രാത്രികളാണ്, അനേകം പകലുകളാണ്. എൻഡ് ഓഫ് ദ ലൈഫ്, ജീവിതത്തിൻ്റെ അവസാനം വരെയാണ്. അതുകൊണ്ട് കൊച്ചു സഹനങ്ങളിലും വേദനകളിലുമൊക്കെ തട്ടി വീഴുന്നവർ പെറുപെറുക്കണ്ട. ഒരൊറ്റ രാത്രി കൊണ്ട്, അല്ലെങ്കിൽ ഒരു പകൽ കൊണ്ട്, അല്ലെങ്കിൽ കുറച്ച് ദിവസത്തെ ഹോസ്പിറ്റൽ സന്ദർശനം കൊണ്ടൊക്കെ അത് ദൈവത്തിന് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. പൗലോസ് അപ്പോസ്തലൻ കടന്നു പോകുന്ന നാളുകൾ ദൈവമക്കളൊന്ന് ശ്രദ്ധിച്ചാൽ, റോമൻ പൗരത്വമുള്ളവനാണ്. ദ ഹീബ്രു ഓഫ് ഹീബ്രു, ഹെബ്രായനാണ്. വേദശാസ്ത്ര പണ്ഡിതാക്കൾ പറയുന്നതിൻ്റെ വെളിച്ചത്തിൽ ഒരു കപ്പൽ ഉടമയുടെ മകനാണ്. അപ്പോൾ ബഹുസമ്പന്ന കുടുംബമാണ്. അനേകം പ്രൊഫറ്റിക്കൽ സ്കൂളുകളുള്ളതിൽ ഏറ്റവും പ്രവചനാത്മകമായി പഠിപ്പിക്കുന്ന ഗമാലിയലിൻ്റെ പാദപീഠത്തിൽ നിന്ന് PhD എടുത്തവനാണ്. അനേക ശാസ്ത്രങ്ങൾ, വേദശാസ്ത്രങ്ങൾ അരച്ച് കലക്കി പഠിച്ച് അധികാരികളോട് അധികാരപത്രം വാങ്ങി ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട ദൈവജനത്തെ തകർക്കുവാനായി മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ പൗലോസിൻ്റെ ജീവിതം ഒരു കാഴ്ചയുള്ള സമയമാണ്. സമ്പത്തിൻ്റെ ഒരു കാഴ്ചയുടെ ബലമുണ്ട്. എടുത്ത PhDയുടെ ലെവലിൻ്റെ ഒരു ബലമുണ്ട്. എടുത്ത ഡോക്ടറേറ്റും വിദ്യാഭ്യാസവും. സമ്പത്ത് സംബന്ധിച്ച് ഒരുപാട് ബാങ്ക് ബാലൻസ് ഉണ്ട്. കപ്പലുടമയുടെ മകനാണ്. പാരമ്പര്യം റോമൻ പൗരത്വമുണ്ട്, ഹെബ്രായൻ. ഒത്തിരി ഈ ലോകപരിജ്ഞാനത്തിൻ്റെയും സമ്പത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും അധികാരപത്രത്തിൻ്റെയും കാഴ്ചയുള്ള ഒരു കാലം. 33.5 തിരുവയസ്സ് ജീവിച്ച് കൊതി തീരാത്ത പ്രായത്തിൽ കാൽവറിയിൽ എൻ്റെ പാപത്തിന് വേണ്ടി പെടഞ്ഞു മരിച്ച യേശു ഏക രക്ഷകനാണെന്നുള്ള വെട്ടം ഈ സമയത്ത് പൗലോസ് അപ്പോസ്തലൻ്റെ നെഞ്ചിൻ്റെ അകത്തില്ല. അതുകൊണ്ടാണ് അതിൽ വിശ്വസിക്കുന്നവരെ നശിപ്പിക്കുവാൻ പൗലോസ് മുന്നോട്ട് സഞ്ചരിക്കുന്നത്. നോക്കൂ,
കാഴ്ചയുടെ ബഹുസമ്പത്തിൻ്റെ കാലഘട്ടത്തിൽ യേശു എൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചു. മെഡിക്കൽ സയൻസ് പഠിക്കുന്ന ദൈവമക്കൾക്കും നമുക്ക് ഓരോരുത്തർക്കും അറിയാകുന്ന ഒരു സത്യം, യേശു കാൽവറിയിൽ മരിക്കുമ്പോൾ നെഞ്ചിൻ്റെ അകത്തുനിന്ന് അവസാന തുള്ളി രക്തം വന്നു എന്നല്ല, അവൻ്റെ മാർവിൽ നിന്ന് മാനവകുലത്തിൻ്റെ പാപത്തിന് വേണ്ടി അവസാന തുള്ളി രക്തവും വെള്ളവും വന്നു. ഇത്രയേ ഉള്ളൂ അതിൻ്റെ അർത്ഥം. ഒരു വ്യക്തിയുടെ ശരീരത്തുണ്ടാകുന്ന മുറിവിൽ നിന്ന് അവസാന തുള്ളി രക്തം പോയി കഴിയുമ്പോഴാണ് അതിൽ നിന്ന് അവസാനത്തെ ആ ഒരു വെള്ളം വരുന്നത്, വെള്ളം പൊടിക്കുന്നത്. കാൽവറിയിൽ കിടക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നെഞ്ചിൻ്റെ അകത്തുനിന്ന് അവസാന തുള്ളി രക്തവും വെള്ളവും വന്നു എന്ന് പറഞ്ഞാൽ മാനവകുലത്തിൻ്റെ പാപത്തിന് വേണ്ടി ഊറ്റാൻ യേശുക്രിസ്തുവിൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് ഇനി ഒരു തുള്ളി രക്തമില്ല. അപ്പോൾ കാഴ്ചയുള്ള പൗലോസിൻ്റെ ജീവിതത്തിൽ കാൽവറിയിൽ അവസാന തുള്ളി രക്തമൂറ്റി അതില്ലാത്തത് കൊണ്ട് വെള്ളവും ചിന്തിയ യേശുവിൻ്റെ സ്നേഹം ഇപ്പോൾ വെളിപ്പെട്ടിട്ടില്ല. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെയാണ്. സ്വർഗത്തിലെ ദൈവം ചേർത്ത് പിടിച്ച് ചുംബിക്കാൻ തന്ന അനുഗ്രഹങ്ങൾ തന്നവനെ കണ്ടെത്താൻ തടസ്സമുള്ള കാലഘട്ടം. പൗലോസ് അപ്പോസ്തലൻ അവൻ്റെ ചില വെളിച്ചങ്ങളും വെട്ടങ്ങളും തടസ്സമാവുകയാണ്. ജീവനുള്ള ദൈവത്തെ ആരാധിക്കാൻ ഇന്ന് ഏറ്റവും തടസ്സം എന്താണ്? ജീവനുള്ള ദൈവം തന്ന അനുഗ്രഹങ്ങൾ. തലമുറ ദൈവം തന്ന അനുഗ്രഹമാണ്. ദൈവം സ്നേഹിക്കുന്ന ദൈവമക്കളോട് ആരാധനയ്ക്ക് കടന്നു വരുവാൻ ആവശ്യപ്പെടുമ്പോൾ പറയാറുണ്ട്, പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളുണ്ടച്ച, അതുകൊണ്ട് ഇന്ന് ആരാധനയ്ക്ക് വരാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്, കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് വളരട്ടെ. നോക്കൂ, ചേർത്ത് പിടിച്ച് ചുംബിക്കാൻ കൊടുത്ത അനുഗ്രഹം, ദൈവം കൊടുത്ത അനുഗ്രഹം ദൈവത്തെ ആരാധിക്കാൻ തടസ്സമാകും. ഉപജീവന മാർഗവുമായി വിദേശത്തേക്ക് കടന്നു പോകാൻ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ഒരു സുവിശേഷ പന്തലിൽ നിന്ന് അടുത്ത സുവിശേഷ പന്തലിലേക്ക് ആരും ക്ഷണിക്കാതെ കടന്നു വന്നുകൊണ്ടിരുന്നവരെ അനുഗ്രഹത്തിൻ്റെ ചില മേഖലകൾ അതിൽ സഞ്ചരിക്കുമ്പോൾ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് കടന്നു വരാൻ ആവശ്യപ്പെടുമ്പോൾ അവർ പറയുന്ന മറുപടിയുണ്ട്, ഇന്നെൻ്റെ മക്കൾ വിദേശത്ത് നിന്ന് വരുന്നു, അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് നിന്ന് കടന്നു വരുന്നു, അതുകൊണ്ട് ഇന്ന് പറ്റത്തില്ല അച്ഛാ, ഇന്ന് സാധിക്കുന്നില്ല. നോക്കൂ, സ്വർഗത്തിലെ വലിയവനായ ദൈവം ഉപജീവന മാർഗത്തിനായി കൊടുത്ത ആ സന്തോഷവും അനുഗ്രഹവും ദൈവത്തെ ആരാധിക്കുന്നതിന് തടസ്സമായി മാറുന്നു. പൗലോസ് അപ്പോസ്തലൻ്റെ ജീവിതത്തിലും ഇന്ന് ദൈവം കൊടുത്ത ചില ദൈവാനുഗ്രഹങ്ങൾ ഈ ദൈവത്തിലേക്ക് എത്താൻ തടസ്സമായി നിൽക്കുന്ന നിമിഷത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം അവനെ ഒന്ന് സ്പർശിക്കുകയാണ്. ദൈവമക്കളത് നന്നായിട്ടറിയാം. ദൈവം അവനെ സ്പർശിക്കുകയാണ്. ദൈവവചനത്തിൽ നട്ടുച്ചയ്ക്ക് സൂര്യനെ വെല്ലുന്ന ഒരു പ്രകാശം, ഹീസ് എ കൺസ്യൂമിങ് ഫയർ, ദഹിപ്പിക്കുന്ന അഗ്നിയാകുന്ന സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ദഹിപ്പിക്കുന്ന സ്നേഹം പൗലോസ് അപ്പോസ്തലൻ്റെ ശിരസിൽ ഇടിച്ചിറങ്ങി അവൻ്റെ ചങ്കിൻ്റെ അകത്ത് വസിച്ചപ്പോൾ ദൈവവചനം പറയുന്നു, 3 ദിവസം പൗലോസ് അപ്പോസ്തലൻ കാഴ്ചയില്ലാത്തവനായിട്ടിരുന്നു. ഹല്ലേലൂയ. 3 ദിവസം കാഴ്ചയില്ലാത്തവനായിട്ടിരുന്നു. വീണ്ടും ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ദൈവദാസൻ പൗലോസ് അപ്പോസ്തലൻ്റെ ശിരസിൻ്റെ മേൽ കരം വയ്ക്കുമ്പോൾ ആ കരത്തിലൂടെ വ്യാപരിച്ച ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ കാഴ്ച അവന് തിരിച്ചു കൊടുക്കുന്നു. ഈ സമയത്ത്, ഈ കാലയളവിൽ സംഭവിച്ച ഒരു അത്ഭുതം മറ്റൊന്നുമല്ല, കാഴ്ചയുള്ളപ്പോൾ കണ്ടെത്താൻ കഴിയാത്ത യേശുവിനെ പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ജീവിതത്തിൽ കാഴ്ചയില്ലാത്തപ്പോൾ കണ്ടെത്തി. ബഹുസമ്പത്ത് കൊണ്ടും പാരമ്പര്യം കൊണ്ടും അറിവ് കൊണ്ടും അധികാരികളോട് വാങ്ങിയ അധികാര പത്രത്തിൻ്റെ പവറും ഇങ്ങനെ അനേക കാഴ്ചകൾ തൻ്റെ ജീവിതത്തിൽ ഉള്ളപ്പോൾ കണ്ടെത്താത്ത നല്ല ക്രിസ്തുവിനെ പൗലോസ് അപ്പോസ്തലൻ കണ്ടെത്തിയത് എന്നാണെന്ന് ചോദിച്ചാൽ തൻ്റെ കാഴ്ചയില്ലാത്ത നാളിൽ. ഹല്ലേലൂയ. ചില ദൈവമക്കളെ സഹനത്തിൻ്റെ അനുഭവത്തിലൂടെ കടത്തിവിടുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവമക്കളോട് മറുപടി പറയും. നമുക്കുമുണ്ട് ചില കാഴ്ചയുടെ കാലം, ആരോഗ്യത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, ബാങ്ക് ബാലൻസിൻ്റെ, സമാധാനത്തിൻ്റെ. പലപ്പോഴും നമ്മൾ ദൈവത്തെ ഈ നാളുകളിൽ ടേസ്റ്റ് ചെയ്തിട്ടില്ല. ടേസ്റ്റ് ആൻഡ് സീ ദാറ്റ് അവർ ഗോഡ് ഈസ് ഗുഡ്. ദൈവം നല്ലവനെന്ന് രുചിച്ചറിവിൻ. പലപ്പോഴും രുചിച്ചറിഞ്ഞിട്ടില്ല. എന്നാൽ നല്ല കാലങ്ങളിൽ ടേസ്റ്റ് ചെയ്യാത്ത സ്വർഗത്തിലെ തമ്പുരാൻ്റെ സ്നേഹം ഹോസ്പിറ്റലിൻ്റെ കോറിഡോറിൽ നിൽക്കുമ്പോൾ രുചിച്ചറിഞ്ഞ അനേക ദൈവമക്കളുണ്ട്.
അപ്രത്യക്ഷിതമായ ശരീരത്തിൻ്റെ അകത്ത് വെളിപ്പെട്ട ട്യൂമർ മരണത്തിന് കാരണമാകുമെന്ന് പറയുമ്പോൾ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ധ്യാനം കൂടി യേശുവിനെ ടേസ്റ്റ് ചെയ്തവരുണ്ട്, വീണ്ടെടുക്കപ്പെട്ടവരുണ്ട്, വിടുവിക്കപ്പെട്ടവരുണ്ട്. ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, ഏതെങ്കിലുമൊക്കെ സഹനത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവർ നിരാശപ്പെടരുത്, ഭാരപ്പെടരുത്, പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ഈ ദൂത് ഒരു പുതുസമർപ്പണത്തിനും ദൈവാനുഭവത്തിനും മുഖാന്തരമാകട്ടെ. ആ നല്ല തച്ചൻ്റെ കൈകളിൽ നമ്മുടെ ജീവിതത്തെ കൊടുക്കുക. അവനത് വീണ്ടും നന്നായിട്ട് പണിയും. തച്ചന്മാരെക്കുറിച്ച് പഠിക്കുമ്പോൾ, കാർപ്പൻറ്റേഴ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഒരു ഉളിപ്പാട് തെറ്റാതെ ശ്രദ്ധിക്കുന്നവരാണവർ. ഒരു ഉളിപ്പാട് തെറ്റിപ്പോയാൽ പണി വികലമാകും. അത്ര അതീവ ജാഗ്രതയോടെയാണ് ഒരു ഉളിപ്പാട് തെറ്റാതെ പണിയുന്നവർ. ക്രിസ്തു നല്ല തച്ചനാണ്. എവിടെയെങ്കിലുമൊക്കെ പാളിപ്പോയിട്ടുണ്ടെങ്കിൽ, തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഒരു ഉളിപ്പാട് തെറ്റാതെ ഈ ജീവിതത്തെ പണിയാൻ എൻ്റെ ദൈവം ശക്തനാണ്. കാലം അപകരിച്ചതും സമയം അപകരിച്ചതും മടക്കി തരാൻ നമ്മുടെ ദൈവം ശക്തനാണ്. ഒരു കമ്പനി ഇറക്കുന്ന കാർ, അത് മെയ്ഡ് ചെയ്ത് അത് നിർമ്മിച്ച അതേ കമ്പനിയിൽ അതിൻ്റെ കേടുപാടുകൾ പൂർണ്ണമായി പരിഹരിക്കാൻ പറ്റും. മറ്റേതെങ്കിലും കമ്പനികളിൽ അത് കൊടുത്താൽ പരിഹരിക്കപ്പെട്ടേക്കാം, പക്ഷേ അപൂർണതകൾ സംഭവിക്കും. അതുപോലെ തന്നെ ഹി മേ ഗിസോൺ ഇമേജ് ആൻഡ് ഗിബ്രീത്തൻ. ദൈവവചനം പറയുന്നു, ദാവീദിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നീയല്ലോ എൻ്റെ അന്തരംഗങ്ങളെ മെനഞ്ഞത്, എൻ്റെ അമ്മയുടെ ഉള്ളിൽ എന്നെ മെനഞ്ഞത് നീയല്ലോ. മെനഞ്ഞവൻ്റെ കയ്യിൽ കൊടുക്കുക, കുറവുകളില്ലാതെ ഈ ജീവിതത്തെ വീണ്ടും പണിയുവാൻ. എവിടെയെങ്കിലും പൊളിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇടിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പണിയേണ്ട വിധത്തിൽ അതിൻ്റെ കേട് തീർക്കുവാൻ ഈ നല്ല തച്ചനായ ക്രിസ്തുവിൻ്റെ കരങ്ങൾക്ക് സാധിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുമ്പോൾ, ആ ദൂതിനെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ ഏറ്റെടുക്കുന്ന ദൈവമക്കളെയും കുടുംബങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. Believe